അതേപോലെ ഇപ്പൊ 0 വോൾട്ടിക്ക് വരാൻ ചാൻസ് എന്ന് പറഞ്ഞാല് ആളുകൾ അറിയാലോ, ഇപ്പൊ ഒരു വീട്ടിൽ നമ്മൾ ഇൻവെർട്ടറും ബാറ്ററിയും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാല് ബാറ്ററിയുടെ അടിച്ച് ഓഫ് ആവും സിസ്റ്റം. കസ്റ്റമർ എന്ത് ചെയ്യും, വീണ്ടും ഇൻവെർട്ടർ ഒന്ന് ഓൺ ചെയ്യും, എന്നിട്ട് 5 മിനിറ്റോ 10 മിനിറ്റോ കിട്ടും. അത് കഴിഞ്ഞ് വീണ്ടും ബാറ്ററിയിൽ അടിച്ച് ഓഫ് ആവും. വീണ്ടും ഇതിനെ ഡീപ്പ് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ആ നിലക്കാണ് ഇതിന് 0 വോൾട്ട് പോവുക. പിന്നെ അത് ട്യൂബുലർ ബാറ്ററിയിലും ഓക്കെയാണ്. ആ സിസ്റ്റം ട്യൂബുലർ ബാറ്ററിയിൽ പറഞ്ഞാല് 60% മാത്രമേ നമുക്ക് ഡിസ്ചാർജ് ഉള്ളൂ. ബാക്കി 40% ബാറ്ററി നമുക്ക് സ്റ്റോറേജ് എടുക്കാൻ കഴിയില്ല. അതായത് തന്നെ കാണാം. അപ്പൊ ഈ 14 കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് 500 വാട്ട് ലോഡ് ഇട്ടിട്ട് അവര് 3-4 മണിക്കൂർ ഉപയോഗിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാറ്ററിയിലും അടിക്കും. പിന്നെ അതൊരു 200 വാട്ടിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ അവർ ഉപയോഗിക്കും. വീണ്ടും അങ്ങനെ ഉപയോഗിച്ച് ഈ ബാറ്ററി 10 വോൾട്ടിന്റെയും 10 വോൾട്ടിന്റെയൊക്കെ താഴോട്ട് പോവുകയും. ട്യൂബുലർ ബാറ്ററി ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അത് നമുക്ക് ചാർജ് ചെയ്താൽ അത് കയറി നമുക്ക് വീണ്ടും പ്രവർത്തനം ആരംഭിക്കാം. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇതിൽ നമ്മൾ 1000 വാട്ട് 1 മണിക്കൂറാണ് ഇതിൽ ബാക്കപ്പ്. 1000 വാട്ട് 1 ടൈം നമുക്ക് ഉപയോഗിച്ചാൽ 1 മണിക്കൂർ ബാക്കപ്പ്. അതായത് 1 യൂണിറ്റ് ആണ് ഇതിന്റെ സ്റ്റോറേജ് ഉണ്ടാവുക. അങ്ങനെ വരുമ്പോ നമ്മൾ 500 വാട്ട് ഉപയോഗിച്ചാൽ 2 മണിക്കൂർ കിട്ടും. ഇപ്പൊ നമ്മൾ ട്യൂബുലർ ബാറ്ററിന്റെ ബാക്കപ്പ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു 400